ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് സ്കോട്ടിൻ്റെ ആസ്പെക്ട് 750 2021 മോഡലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്കോട്ടിൻ്റെ ആസ്പെക്ട് 980യും 780യും നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. പലരും പറയുകയുണ്ടായി ആ ഒരു ഫീച്ചർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് വന്നിരിക്കുന്നത് ഫീച്ചർ ബേസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒരല്പം കൂടുതലാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ അപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കംഫോർട്ട് അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി ബൈസൈക്കിൾ മേടിക്കുന്നവരാണെങ്കിൽ അത് മേടിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 750യുടെ ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും, നമുക്ക് ആസ്പെക്ട് 980യിൽ നമ്മൾ കണ്ട സെയിം ഫ്രെയിം തന്നെയാണ് നമുക്കിവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങും ഒരു കേബിൾ മാത്രം നമുക്ക് പുറത്തൂടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതേ സെയിം തന്നെയാണ് നമുക്ക് ആസ്പെക്ട് 980യിൽ നമ്മൾ കണ്ടത്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയാണ്. ശരിക്കും ഭയങ്കര രസമുള്ള ഒരു പെയിൻറ്റ് ഫിനിഷാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്കോട്ടിൻ്റെ Syncros J1 എന്ന് പറയുന്നൊരു ബൈക്കിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, അതേ സെയിം കളർ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും വരുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ സ്റ്റിക്കറിങ്ങും ഈ ഒരു ചെറിയ ഗ്രാഫിക്സും കൂടി ആകുമ്പോൾ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രസമുള്ള ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ കോമ്പോണൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് വരുന്നത് കെൻഡാഡ 27.5 × 2.40 എന്ന് പറയുന്ന സൈസിലുള്ള ടയറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കിതിൻ്റെ റിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സിൻക്രോസിൻ്റെ റിമ്മാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 32 ഹോളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ആണെങ്കിലും റിയറിലെ ആണെങ്കിലും നമ്മൾ ഹബ്ബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല 1 ഹബ്ബാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൺടൂറിൻ്റെ XCT30 ഹൈഡ്രോളിക് ലോക്കൗട്ടുള്ള 100 mm ഷോക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇനി മുകളിലേക്ക് പോയി ഇതിൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സിൻക്രോസിൻ്റെ ഹാൻഡിൽ ബാറാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ M2010 റാപ്പിഡ് ഫയർ ഷിഫ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബ്രേക്ക് ലിവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്. ട്രക്ടറോടെ തന്നെ ബ്രേക്ക് ലിവേഴ്സും ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്സുമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിൻക്രോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് പോസ്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് സിൻക്രോസ് തന്നെയാണ് വരുന്നത്. നമ്മൾ സീറ്റ് വരുന്നത് സിൻക്രോസിൻ്റെ 3.0 എന്ന് പറയുന്ന മോഡലാണ്. നമ്മൾ ഇതിന് നേരെ ഇതിൻ്റെ ഫ്രണ്ട് ഡീറൈലേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ FD M2020 എന്ന് പറയുന്ന ഓൾട്ടിസിൻ്റെ ഡീറൈലറാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ നമ്മൾ ക്രാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും MT2102 എന്ന് പറയുന്ന 2 പീസ് ക്രാങ്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2236 എന്നുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ക്രാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MT500 ഹോളോടെക് ബോട്ടം ബ്രാക്കറ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് KMCയുടെ ചെയിനാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ റിയർ ഡീറൈലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾട്ടിസ് M2000 എന്ന് പറയുന്ന മോഡലാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കെസറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷിമാനോ HG200 എന്ന് പറയുന്ന മോഡലാണ് നമുക്കിതിൻ്റെ റിയർ കെസറ്റ് വരുന്നത്. ഇതൊരു 9 സ്പീഡ് കസറ്റാണ്. അതുപോലെ തന്നെ 1136 എന്നുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ഈ കസറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ കസറ്റ് വരുന്നത് 11ഉം വലിയ കസറ്റ് വരുന്നത് 36ഉം ഈ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു ബൈസൈക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14.5 കിലോ ആണ് ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 128 കിലോ ആണ്. ഈ 128 കിലോ എന്ന് പറയുന്നത് ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന ആളുടെ വെയിറ്റ്, സൈക്കിളിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന സാധന ലഗേജിൻ്റെ വെയിറ്റ്, ഇതെല്ലാം ഉൾപ്പെടെയാണ് 128 കിലോ കമ്പനി മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ ഒരു ബൈസൈക്കിളിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ജോമെട്രിയും അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. അതുപോലെ നമ്മളിനി സ്പെക്ക് എടുത്ത് നോക്കിയാലും സ്പെക്ക് വൈസും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബൈസൈക്കിളിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 9x2 എന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഫുള്ള് വരുന്നത്. ഷിമാനോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഷിമാനോ സിൻക്രോസ് കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ബൈസൈക്കിളിനകത്ത് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന ഹൈക്ക് കൊണ്ടോ ആയിരിക്കാം നമുക്ക് സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് നേരത്തെ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ ഒരല്പം കുറഞ്ഞാണ് നമുക്ക് ഈ ഒരു വർഷം അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമായിരിക്കത്തില്ല.
മൊത്തം നമുക്കിനി വരാൻ പോകുന്നതേ ഉള്ളൂ. മറ്റ് ബ്രാൻഡുകൾ പലതും ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു പ്രൈസ് ബേസ് കമ്പാരിസൺ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്നത്, പ്രൈസ് ബേസ് കമ്പാരിസൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസ് ബേസ് കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ശരിക്കും ക്ലൈംബ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ ഓഫ് റോഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ബിഗിനർ പറ്റിയ ഒരു മോഡൽ തന്നെയാണ്. കാര്യം മറ്റൊന്നുമല്ല, നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ ക്രാങ്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ക്രാങ്കാണ് വരുന്നത്. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ക്ലൈംബ് ചെയ്യാനും ഓഫ് റോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ക്രാങ്കാണ് നമുക്ക് ഈ ഒരു ബൈസൈക്കിളിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതൊരു പക്ഷേ നമുക്ക് റോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അത്ര പെർഫോമർ ആകാൻ സാധ്യതയില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഫ്രണ്ടിൽ ഇത്രയും ചെറിയൊരു ക്രാങ്ക് വരുന്നത് കൊണ്ട് തന്നെ സാധാരണ നമുക്ക് വലിയ ക്രാങ്കുള്ള സൈക്കിൾ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു സ്പീഡോ കാര്യങ്ങളോ ഈ ഒരു ബൈസൈക്കിളിനകത്ത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇനി എപ്പോഴും ആദ്യം പറയുന്നൊരു കാര്യം ഞാനിപ്പോൾ പറയുകയാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇതുവരെ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും നാസ് ബൈക്സ് ഓൺ എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉള്ളതും. അതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈസൈക്കിൾ ടയേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ഇതുവരെ ശരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള കൺഫർമേഷനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളിതിൻ്റെ കൺസ്യൂമേഴ്സാണ്. ബൈസൈക്കിൾസ് എന്ന് പറയുന്നത് എല്ലാ ഗവൺമെൻറ്റ്സും പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. എന്നാൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള, നമുക്ക് ആ ഒരു ബൈസൈക്ലിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് എന്നൊരു കൾച്ചർ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്കിന്ന് പല സാധനങ്ങളും, സ്പെയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടയേഴ്സ് ആണെങ്കിലും ഒന്നും അവൈലബിൾ അല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, അത് ഏത് രീതിയിലാണെങ്കിലും, ഞാനും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. നമുക്കിത് എങ്ങനെയെങ്കിലും അവൈലബിൾ ആക്കി എടുക്കുന്നതിനെക്കുറിച്ച് ഇത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെയോ മാത്രം ആവശ്യമല്ല, ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇപ്പോൾ തന്നെ എൻ്റെ എത്ര സുഹൃത്തുക്കൾ ബൈസൈക്കിൾ ടയേഴ്സ് ഇല്ലാതെ റൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, അതുപോലെ സ്പെയേഴ്സ് ഇല്ലാതെ റൈഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ഒരു പക്ഷേ എന്നെക്കാൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾക്കായിരിക്കാം അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിൽ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ വന്നെന്നിരിക്കാം, എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്കിത് ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളതിനെക്കുറിച്ച്. നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടയേഴ്സിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ സ്പെയേഴ്സിൻ്റെ ഇഷ്യൂ, അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഏറ്റവും നല്ല ആശയം ഏതാണെന്ന് എടുത്തുകൊണ്ട് ബൈസൈക്കിളിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.